കാത്തുകൊണ്ട് വായിച്ചു അല്ലേ? ഇന്ന് പിൽക്കാലം ഇന്ന് രാത്രികാലം വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഹല്ലേലൂയ, ദൈവത്തോട് നന്ദി പറയുന്നു. വേറെ ഒന്നും നമുക്ക് ഇല്ല. കഴിഞ്ഞ വർഷം അനേകർ എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ 11:30 ആയിരിക്കുകയാണ്. കൃത്യം നമുക്ക് സമയത്തിനുള്ളിൽ വഴി കഴിക്കണം. അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാം. ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തോടെ പാട്ടുപാടി പ്രാർത്ഥിച്ച് തിരിഞ്ഞു പോകാം. അടുത്ത വർഷം ദൈവം നമ്മെ തരുന്നുവെങ്കിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. ഹല്ലേലൂയ. എന്താണ് നമുക്ക് ദൈവം അനുഗ്രഹം തരേണ്ടത്? നാം ഏത് അനുഗ്രഹമാണ് പ്രാപിക്കേണ്ടത്? നാം എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത്? എന്തിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് നാം പ്രാപിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്? എന്താണ് നാം ചെയ്യേണ്ടതെന്നൊക്കെയും നമ്മുടെ ജീവിതത്തിലൊരു കാൽക്കുലേഷൻ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. എന്താണ് നമുക്ക് ഒരു വ്യക്തിയോട് ഒരു ചോദിച്ചു, ഒരു അനുഗ്രഹനായി വരുത്തും വന്ന് ചോദിച്ചു, സ്നേഹിത നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അവൻ കോടീശ്വരനാണ്. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചത്, ഇവൻ കിടുന്നതിനെ പറഞ്ഞു, എനിക്ക് 10 കിലോ സ്വർണ്ണം കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? എനിക്കൊരു വലിയൊരു 40-45 റൂമുള്ള ഒരു ബെഡ്റൂമുള്ള ഒരു മാളിക കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി എന്താ വേണ്ടത് ചോദിച്ചു, കുറച്ച് ലാൻഡ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ചോദിച്ച് എന്താ കിട്ടേണ്ടതെന്ന് ഒരു പിടുത്തില്ലാതെ കുറേ കാര്യം ചോദിച്ചപ്പോൾ 2 കാര്യം അവൻ ചോദിക്കാൻ മറന്നുപോയി. എന്താണെന്നറിയോ? അവന് ജീവന് വേണമെന്ന് അവൻ പറഞ്ഞില്ല. എന്ത് വേണം? അപ്പോൾ ഈ ഒരു തുള്ളി വെള്ളം വയ്ക്കുന്നതിൽ കുടിക്കാനും അവൻ ചോദിച്ചില്ല. മനസ്സിലായില്ല? വിശ്വാസികളായ നാം എന്ത് ചെയ്യുമെന്നറിയാമോ? നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ ജീവനും പറഞ്ഞാൽ ദൈവം തരും. ദൈവം തരണം. നമ്മെ അനുഗ്രഹിക്കണം. നമ്മൾ വീടില്ലാത്തവർ നടക്കരുത്. നമ്മൾ സ്വത്തില്ലാത്തവർ നടക്കരുത്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുഗ്രഹമുള്ളവരായി എന്ത് ചെയ്യണം? ജീവിക്കണം. എന്നാൽ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുവാൻ കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കും, എനിക്ക് എന്ന് പറയാൻ അവൻ നടത്താൻ കഴിവുള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ ഹല്ലേലൂയ നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ച് വാങ്ങണം. അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അത് അധികാരം ചോദിച്ചു, നിനക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ 10 കിലോ സ്വർണ്ണം. അതിന് കിട്ടിയ വല്ല കാര്യമുണ്ടോ? 45 റൂമുള്ള ഒരു കുറച്ച് അവന് ഒരു ഫാം നടക്കാൻ നടക്കാൻ വേണ്ടിയിട്ട് അവൻ 2 കാര്യം ചോദിച്ചില്ല. മരിക്കുന്ന തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചില്ല. അവൻ ജീവൻ ചോദിച്ചില്ല. ആ വന്നോളം പറഞ്ഞു, എനിക്കെല്ലാം തരാം, നിന്റെ ജീവനെ ഞാൻ ഇപ്പം എന്ത് ചെയ്യാൻ പോണ്? എടുക്കാൻ പോകും. ഇപ്പം എടുക്കണ്. ഇനി ഒരു വേണോ? നീ ജീവൻ ചോദിച്ചില്ല. ഒരു തുള്ളി വെള്ളം മരിക്കുന്ന കുടിക്കാനും. അപ്പം നീ കുടിക്കാൻ പറഞ്ഞ തുള്ളി വെള്ളം വേണ്ട, നിന്റെ ജീവനെ ഞാൻ ഇപ്പം എന്ത് ചെയ്യാണ്? കിട്ടിയിട്ട് വല്ല ഉപയോഗം ഉണ്ടാവുക എന്ന് പറഞ്ഞ് നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യത്താണ് ഒരു വീട്, ഭവനം, താമസിക്കാൻ ആവശ്യമാണ്, ഉടുക്കാൻ വസ്ത്രം ആവശ്യമാണ്, നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിപ്പിക്കാതെ ദൈവം നമ്മെ നടത്തേണ്ടത് ആവശ്യമാണ്, നല്ല ജോലി ആവശ്യമാണ്, ഹല്ലേലൂയ എല്ലാം ആവശ്യമാണ്. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ തരുമില്ലേ? അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചോദിച്ചറിയണം. എന്താണെന്നറിയാം? സമൃദ്ധിയായി ജീവൻ തരുവാനും ഹല്ലേലൂയ നിത്യമായി ജീവൻ തരുവാനും നാം ജീവനിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. ആ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ, ആ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടാൽ, സ്വർഗ്ഗം നമുക്ക് നഷ്ടപ്പെട്ടാൽ, ഹല്ലേലൂയ അവരോടുകൂടെ വാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ എന്തില്ല? ഒരു കാര്യം ഇല്ല. അതുകൊണ്ട് ഹല്ലേലൂയ നാം വ്യക്തമായി ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചോദിക്കാൻ വാങ്ങാം. എന്നാൽ നിത്യജീവനെ കുറിച്ചുള്ള അറിവും നമ്മൾ ഈ ദിവസങ്ങളായി പ്രാപിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവം എന്ന് വരെ കാക്കാന്ന് പറഞ്ഞത് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്ത് ചെയ്യാം? അവൻ നമ്മെ കാത്തുപരിപാലിക്കുമെന്ന് ദൈവം ഹാൻഡിൽ ചെയ്തിട്ട് ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കേണ്ടത്, നാം ആവശ്യം പോലെ ഭക്ഷിക്കുക, ഹല്ലേലൂയ സന്തോഷിക്കുക, അവന്റെ സന്നിധിയിലെ ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി നാം ഹല്ലേലൂയ നാം സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് സമൃദ്ധിയായ ജീവൻ തരും, നിത്യജീവൻ തരും. അവിടെ ചെല്ലുമ്പോഴും അവനോട് കൂടെ വാഴാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. നമുക്ക് ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. ഞാൻ സാധാരണ പറഞ്ഞതുപോലെ ആരംഭം മുതൽ അവസാനം വരെയും നാം തോന്നി നമ്മുടെ ഭാരങ്ങളൊക്കെ ചുമക്കുന്ന എല്ലാ വർഷവും നമ്മൾ കേൾക്കാതെ പതിവുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം കടന്നു പോകുന്നില്ല, നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് ആരും ഞാൻ പെട്ടെന്ന് ഒരു ചില വാക്യങ്ങൾ മാത്രം കേൾപ്പിച്ച് അവസാനിപ്പിക്കുന്നത് വിചാരിക്കുന്നു. യെരമ്യാ പ്രവചനം 31-ന്റെ 3-ാം വാക്യം വായിക്കാം. യെരമ്യാ പ്രവചനം 31-ന്റെ 3.
ഹല്ലേലൂയ. യഹോവയായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയുമോ? നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് സ്നേഹിച്ചെന്നറിയാമോ? നിത്യ സ്നേഹം, മാറാത്ത സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ, എന്ത് വില കൊടുത്താലും അതിന് മുതലാകും, അത് വരുന്നില്ല. എന്ത് വില കൊടുക്കും നമുക്ക് അവൻ നിത്യ സ്നേഹത്താൽ എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. അവൻ ദിനത്തോറും നമ്മെ രക്ഷിച്ച് അവൻ ചെറിയ നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യത വരെയും അവൻ നമ്മെ സ്നേഹിച്ച് നിത്യതയിൽ ചെല്ലുമ്പോഴും ഹല്ലേലൂയ അവന്റെ സ്നേഹം നിർത്തുന്നില്ല. യുഗായുഗമായി അവൻ നമ്മെ സ്നേഹിച്ച് വഴി നടത്തി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയയിരിക്കുന്നു, ദീർഘമായിരിക്കുന്നു. അവന്റെ ദയാണ് നമ്മെ നിലനിർത്തുന്നത്. അവന്റെ ദയ നമുക്ക് ദീർഘമായിരിക്കുന്നു. അവന്റെ ദയ വിശ്വസ്തത ആ പരിചയം ഫലമാകുന്നു. അവന്റെ ദയ നമ്മെ വഴി നടത്തുന്നു. അവന്റെ ദയ നമ്മെ താങ്ങുന്നു. അവന്റെ ദയ നമ്മെ കൈപിടിച്ച് വഴി നടത്തുന്നു. പിന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഇന്ന് രാത്രികാലം നീ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിത്യ സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചിരിക്കാൻ, ആ സ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോകാതെ ദൈവം എന്ത് ചെയ്യുന്നു? കാത്ത് പരിപാലിക്കാൻ ഹല്ലേലൂയ നാം ദിനംതോറും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഈ സമാധാനം ആരാണ് നമുക്ക് തന്നിരിക്കുന്നത്? നിത്യ സ്നേഹം ആരാണ് തന്നിരിക്കുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. 2:14. അത്യുന്നതങ്ങളുടെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്തുണ്ട്? സമാധാനം. നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ ലോകത്തിന് തരാൻ കഴിയാത്തതാണ് നിത്യസ്നേഹം. ലോകത്തിന് തരാൻ കഴിയാത്തതാണ് ഹല്ലേലൂയ അവനോടുള്ള വാസം, ദൈവത്തോടുള്ള ആ വാസം ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. അവന്റെ ദയ ലോകത്തിന് തരാൻ കഴിയാത്താണ്. അതുപോലെ ലോകത്തിന് തരാൻ കഴിയാത്ത മറ്റൊരു കാര്യമാണ് ഹല്ലേലൂയ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യ സമാധാനം. ഉണ്ണാൻ ഉടുക്കാനുണ്ടെങ്കിൽ തൃപ്തിപ്പെടാൻ പറഞ്ഞ അതാണ്. ഹല്ലേലൂയ. ദൈവം തന്ന സമാധാനം നമുക്ക് എന്തിനും അവൻ നമുക്ക് സമാധാനം തന്നേച്ചു പോയിരുന്നു. ആ സമാധാനം നിലനിൽക്കുന്ന സമാധാനം അത് ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹം അത് നമ്മെ നിലനിർത്തുന്നു. ആ സ്നേഹത്താൽ നാം ആയിത്തീരുമ്പോൾ അവന്റെ സമാധാനവും നമുക്ക് തരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് സമാധാനം തന്നില്ലേ? അടുത്ത വർഷം ദൈവം എന്ത് ചെയ്യണം? സമാധാനമായി ജീവിക്കണം. സ്വത്തല്ല നമുക്ക് ആവശ്യം, ധനമല്ല ആവശ്യം, ഹല്ലേലൂയ വലിയ വലിയ കൊട്ടാരമല്ല ആവശ്യം. ജീവിതത്തിൽ സമാധാനമുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ദൈവം നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. ലോകത്തെ ഇതുപോലെയല്ല. എന്റെ സമാധാനം നിത്യ സമാധാനം, എന്റെ സ്നേഹം നിത്യ സമാധാനം, എന്റെ ദയ നിത്യദയ, എന്റെ സ്നേഹം നിത്യ സ്നേഹം, എന്റെ ദയ നിത്യ ദയ. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന എന്നറിയാമോ? നിത്യ സമാധാനം. അത് ലോകത്തിന് തരാൻ കഴിയാത്ത ഹല്ലേലൂയ നമുക്ക് തന്ന് ദൈവം നമ്മെ പോറ്റി പുലർത്തുന്ന ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ എത്രയോ ലക്ഷം പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പട്ടിണി മൂലം എത്രയോ ആൾക്കാരാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ ആത്മഹത്യ എത്ര പേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ എന്തില്ല? സമാധാനം ഇല്ല. ലോകരാഷ്ട്രങ്ങളൊക്കെ പറയുന്നു സമാധാനം സമാധാനം. എന്നാൽ ദൈവം സമാധാനം തരുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവന്റെ ദയ നമ്മോടുകൂടി ഇല്ലെങ്കിൽ നാം ഭൂമിയിൽ നാം ചെയ്യുന്ന വേലൊക്കെ പാഴ്വേലയാണ്. അത് നഷ്ടമാണ്, അത് ദുരിതമാണ്, അത് പ്രയാസമാണ്, അത് വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ നിത്യ സമാധാനം തന്ന ദൈവത്തെ ഹല്ലേലൂയ രാത്രികാലം നമ്മുടെ കൈകളെ ഒത്തിരി ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് വരാൻ ഹല്ലേലൂയ 10-ാം അധ്യായത്തിന്റെ 18-19 നമുക്ക് പെട്ടെന്ന് വായിക്കാം. 10:18-19. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ടു.
അവൻ തൊട്ടിട്ട് എന്താ ചെയ്യുന്നറിയോ? ഹല്ലേലൂയ, ബലപ്പെടുത്തി. അവൻ എന്ത് ചെയ്തു? തൊട്ട് ബലപ്പെടുത്തും. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. അവൻ ദൂരം നിന്നിട്ട് ഹല്ലേലൂയ എന്തെങ്കിലും വിളിച്ചു പറയല്ല, നിന്റെ സമീപ വന്ന് നിന്നോട് സംസാരിപ്പാൻ, നിന്റെ അവസ്ഥ അറിയുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിനക്ക് ദയ തരുവാൻ, നിനക്ക് ഭയപ്പെടേണ്ടെന്ന് പറയുവാൻ, നിന്നെ തൊട്ടെതിയും. ഹല്ലേലൂയ, ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് മനസ്സിലാക്കുക. അനേകർക്ക് മനസ്സിലാക്കാതെ ഈ ഭൂമി ജീവിക്കുമ്പോൾ അവിടെ പറയാണ്, അപ്പോൾ മനുഷ്യ സാദൃശ്യമുള്ള ആരാണ് വന്നത്? മനുഷ്യ ദൈവപുത്രൻ, ദൈവമായിരുന്നവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിന്റെയും ഉടയവൻ, സകലത്തെയും ഇല്ലായ്മ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന, സകല ഗോളങ്ങൾക്കും പേരിടുന്നവനും, ഹല്ലേലൂയ പേർ വിളിക്കുന്നവനും, ഹല്ലേലൂയ സകലതും അവന് ഉള്ളം കൈ വഹിക്കുന്നവനും, സകലത്തെയും നിയന്ത്രിക്കുന്നവനും, ഹല്ലേലൂയ അവൻ സകല അധികാരം തന്നിരിക്കുന്ന ആ വലിയ സകല അധികാരമുള്ള ദൈവം പറയുക, അവൻ തൊട്ടെതിയുന്നു നിന്നെ, ഹല്ലേലൂയ തൊട്ട് ബലപ്പെടുത്തുന്നു. ഇതിപ്പോ വർഷമെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് തയ്യാറായിരിക്കുക. ഹല്ലേലൂയ, അവൻ നമ്മെ എന്ത് ചെയ്യും? ഈ വർഷം തൊട്ട് ബലപ്പെടുത്തും. ഹല്ലേലൂയ, പിന്നെയും ഒന്നും നിങ്ങൾക്ക് എന്തുണ്ട്? ഹല്ലേലൂയ, നിങ്ങൾക്ക് സമാധാനം. ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെല്ലാം പ്രശ്നം വന്നാലും, എന്തെല്ലാം ദുരിതം വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും നാം ഈ വർഷം ബലപ്പെട്ടിരിക്കുക, സന്തോഷിച്ചിരിക്കുക, അവരുടെ സമാധാനം നൽകിക്കുക, നിത്യസ്നേഹത്തിൽ അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുക, അവൻ ദയ നമ്മോടുകൂടെ ഉണ്ടെന്ന് ഹല്ലേലൂയ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചോ. ഹല്ലേലൂയ, ഈ വർഷം നമ്മൾ അനുഗ്രഹ വർഷമായിരിക്കും. അനുഗ്രഹിക്കാൻ ദൈവമാണ് നമ്മൾ. ഹല്ലേലൂയ, അവൻ തൊട്ട് ബലപ്പെടുത്തും. എന്നിട്ട് 19-ാം വാക്യം, ഏറ്റവും പ്രിയ പുരുഷ, നീ ആരാണ്? നാം ദൈവത്തിന് പ്രിയ പുരുഷന്മാരാണ്, പ്രിയ സന്തതിയാണ്, പ്രിയ മക്കളാണ്. എന്നിട്ട് പറയാണ്, പ്രിയ പുരുഷ നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക. പിന്നീട് പറയുന്നത് ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. ഹല്ലേലൂയ, യജമാനനെ സംസാരിക്കണമേ. ഹല്ലേലൂയ, അവൻ തൊട്ടപ്പോൾ ബലപ്പെട്ടു. ഹല്ലേലൂയ, ആര് തുടരണം തന്നെ ബലപ്പെടാൻ? ദൈവം നമ്മളെ തുടരണം. ഈ വർഷം ദൈവം നമ്മെ തൊടുന്ന വർഷമായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വർഷമായിക്കട്ടെ, ദൈവം നമുക്ക് സമാധാനം തരുന്ന വർഷമായിക്കട്ടെ, അവരുടെ സ്നേഹം നമ്മെ നിലനിർത്തുന്ന സ്നേഹമായിരിക്കട്ടെ, അവരുടെ ദയ നമ്മോടുകൂടി ഇരിക്കട്ടെ, അവൻ നമ്മെ വഴി നടത്തട്ടെ. ഹല്ലേലൂയ, മനുഷ്യപുത്രനോട് സാദൃശ്യനായി വന്നിട്ട് ഇന്ന് രാത്രി നമ്മോട് പറയുന്ന ഒരു കാര്യം, നീ ധൈര്യത്തോടെ ഇരിക്കുക, ബലത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ, തൊട്ട് പറയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പൽക്കാലം രാത്രികാലം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, അതിന്റെ 10 കൃത്യമായി പറയാണ്, എൻ്റെ ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക. പിന്നെയും പറയാണ് ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മുടെ നീ ഈ വർഷം സംസാരിക്കുന്ന വർഷമായിരിക്കട്ടെ, നാം ദൈവത്തോട് സംസാരിക്കുന്ന വർഷമായിരിക്കട്ടെ. നാം സാധാരണ പറഞ്ഞ പോലെ അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. തിരിച്ചറിയാത്ത ഭാഷയിൽ ഈ വർഷം നമുക്ക്, ഹല്ലേലൂയ, അടുത്ത വർഷം നമുക്ക് ദൈവത്തോട് സംസാരിപ്പാൻ തൊട്ട് ബലപ്പെടുത്തുന്ന ശക്തി മനുഷ്യത്വത്തോട് ശരിച്ചുള്ളവൻ നമ്മളെ അരിച്ചു വന്ന് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ഹല്ലേലൂയ പ്രിയരാക്കി നിൽക്കുവാൻ, അവരുടെ ദയ നമ്മോടുകൂടി ഇരിപ്പാൻ. ഹല്ലേലൂയ, ഈ വർഷം നമുക്ക് എന്ത് ചെയ്യണം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, എല്ലാ നന്മകളും തരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. സമയം വേഗം പോകുന്നുണ്ട്. ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 7:15 നിങ്ങളുടെ ഹല്ലേലൂയ പുസ്തകങ്ങൾ എഴുതി വെച്ച് അത് വീട്ടിൽ പോയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാതലായ മർമ്മ ദൈവം വെളിപ്പെടുത്തരും. യഹോവ സകല രോഗവും നിന്നിൽ നിന്ന് നീക്കിക്കളയും. ദൈവം തൊട്ടാലുണ്ടല്ലോ, ദൈവം നമ്മെ സ്നേഹിച്ചാലുണ്ടല്ലോ, ദൈവം നമ്മെ അവന്റെ ദയ നമ്മോട് കൂടിയിട്ടില്ലേ, അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം നമുക്ക് തരുന്നത് എന്താണെന്നറിയാമോ? യഹോവ സകല രോഗവും നിന്നിൽ നിന്ന് നീക്കിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിശ്രമിയുടെ ദുർവ്യാധികളിൽ
ഒന്നും നിന്റെ മേൽ വരുത്താതെ നീ ദേഷിക്കുന്നവർക്ക് ഏവർക്കും അവയെ കൊടുക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. നമുക്ക് വെള്ളത്തിനും ഹല്ലേലൂയ ഭക്ഷണത്തിനും ഒരു കുറവ് വരാതെ അവൻ രോഗത്തിന് ശാന്തി വരുത്തി ദൈവം നമ്മോടുകൂടെ ഇരിക്കുമെന്ന് ഇന്ന് പകൽ രാത്രികാലം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ എല്ലാ അവസ്ഥയ്ക്കും ദൈവം മാറ്റം വരുത്തുന്നതിനാണ്. എല്ലാ സ്ഥിതിക്കും മാറ്റം വരുത്തുന്ന കാരണം മനുഷ്യപുത്രനോട് ശതിച്ച് മനുഷ്യപുത്രനോട് ശതിച്ചനായി നമ്മുടെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത്. അവൻ ആരാണ്? അവൻ ദൈവമാണ്. അവൻ ആരാണ്? സകലത്തെ ഉളവാക്കിയ ദൈവമാണ്. അവൻ ആരാണ്? നമ്മുടെ ഉൾപ്പൂക്കളെ ശോധന ദൈവമാണ്. അവൻ ആരാണ്? നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ ആരാണ്? നമുക്ക് സകലതും വേണ്ടതൊക്കെയും തരുന്ന ദൈവമാണ് എന്ന് കാലം രാത്രികാലം മനസ്സിലാക്കുക. എന്നാൽ നീ എന്ത് ചെയ്യണ്ട? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കിലോ സ്വർണവും 45 ബെഡ്റൂമുള്ളൊരു കെട്ടിടവും അത് 10-20 ഏക്കർ സ്ഥലവും ഒന്നിച്ച് നോക്കേണ്ട. നമുക്ക് ഉണ്ണുവാനും ഉടിക്കുവാനുണ്ടെങ്കിൽ സമാധാനമായി ജീവിക്കാൻ എല്ലാ വഴികളും ഈ വർഷം ദൈവം നമുക്ക് ഒരുക്കി തരും. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്ന് ഹല്ലേലൂയ. ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കാം. ഒന്ന് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ദൈവം നമ്മുടെ സമീപത്ത് വരും. ഹല്ലേലൂയ. കരയുന്നവന് പ്രാർത്ഥന കേട്ട് മറുപടി നൽകും. ഭക്തന്മാരുടെ പ്രാർത്ഥന അവർ സന്നിധിയെത്തുന്നു, അതിന് മറുപടി നൽകുന്നു. ദാനിയേൽ അവന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. 21 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥിച്ചത് അന്ന് തന്നെ മറുപടി അയച്ചു. എന്നാൽ പിശാചായവൻ തടഞ്ഞ് ഹല്ലേലൂയ പാർശ്യ പ്രഭുവിനെ തടഞ്ഞു വെച്ചപ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എനിക്ക് പറയാനുള്ളത്, തടയാതെ വണ്ണം അവൻ വന്ന് നമ്മെ തൊട്ട് അനുഗ്രഹിക്കുന്നതുമാണെന്ന് ഇന്ന് രാത്രികാലം നാം അറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ ദൈവം ഉറപ്പിക്കട്ടെ. ആരാണ് ഉറപ്പിക്കേണ്ടത്? അവൻ പറയാണ്, ഞാൻ ധൈര്യപ്പെട്ടു. ധൈര്യപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ധൈര്യപ്പെട്ടു. അവൻ സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ധൈര്യപ്പെട്ടു. ഈ വർഷം നമ്മൾ ദൈവ ശബ്ദം കേൾക്കണം. ഈ വർഷം ദൈവ അനുഗ്രഹം പ്രാപിക്കണം. ഈ വർഷം ദൈവം നമ്മെ തൊട്ട് അനുഗ്രഹിക്കണം. ഈ വർഷം നമ്മൾ അവനോട് കൂടെ ആയിരിക്കണം. ഈ വർഷം നമ്മൾക്ക് ഹല്ലേലൂയ താഴ്ചയല്ല ഉയർച്ചത്തിന് പ്രാപിക്കണം. ഈ ആഴ്ച ഈ വർഷം നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരിൽ രചിച്ചു പോകാതെ അനുഗ്രഹമുള്ളവരായി തീരണം. ഹല്ലേലൂയ. ഹോസ്പിറ്റൽ അല്ല ഞാൻ പറയുന്നത്. ഹോസ്പിറ്റൽ ആവശ്യമാണ്. കണക്ക് വിട്ടുപോകുന്ന വേണ്ട. നമുക്ക് ആവശ്യം ഉണ്ണാൻ കൊടുക്കാനുണ്ടെങ്കിൽ നീ തൃപ്തി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളത് തന്ന് പോറ്റി പുലർത്തുന്ന ദൈവമാണ് എന്ന് ഇന്ന് കാലം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. 2026 ഹല്ലേലൂയ നമുക്കൊരു അനുഗ്രഹ വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സന്തോഷമായി അവനോടുകൂടെ യാത്ര ചെയ്യുവാൻ, ഈ സമാധാനവും സന്തോഷം തന്ന് ഹല്ലേലൂയ നടന്നു പോകുവാൻ, അവനോട് കൂടെ നടക്കുവാൻ ദൈവം നമ്മെ ഈ വർഷം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ചെങ്കല്ല് തീർത്ത് വരുമ്പോഴും നാം എന്ത് ചെയ്യുന്നറിയാമോ? ദുഃഖിച്ച് കരയണം. ഹല്ലേലൂയ. ചെങ്കല്ല് നമുക്ക് എന്ത് ചെയ്ത് തരും? ദൈവം വഴിയൊരുക്കി തരും. യോർദാൻ വരുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യണ്ട? ഭാരപ്പെടേണ്ട. യോർദാനെ നിർത്തുവാൻ, വെള്ളത്തെ നിർത്തുവാൻ ആർക്ക് കഴിയും? നമ്മുടെ ദൈവത്തിന് കഴിയും. എരിയോ കാണുമ്പോൾ നീ എന്ത് ചെയ്യണ്ട? അത് നീ പേടിക്കണ്ട. ദൈവം നിന്റെ മുമ്പിൽ എന്തിയും വീണ് താണ് പോകുന്ന ഒരു സന്ദർഭം എനിക്ക് ഈ വർഷം കാണുവാൻ കഴിയും. മറ്റുള്ളവര് നമ്മെ പീഡിപ്പിക്കുവാനും നിന്ദിപ്പിക്കുവാനും ഹല്ലേലൂയ പലവിധമായ പരീക്ഷയിൽ കൊണ്ട് ചാടിക്കുവാനും ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നമ്മെ തൊട്ട് ബലപ്പെടുത്തും. ദൈവം നമ്മെ സ്നേഹിച്ച് വഴി നടത്തും. ദൈവം അവന്റെ ദയന്ന് നമുക്ക് ആശ്വാസകനായി പരിപാലകനായി നമ്മോട് കൂടി ഇരിക്കും. അവൻ നമുക്ക് വേണ്ടതൊക്കെ തന്ന് ഹല്ലേലൂയ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ് എന്ന് ഇന്ന് രാത്രികാലം അറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭാരം ആരെങ്കിലും വെക്കേ, നിന്റെ ആവശ്യം ആരോട് ചോദിക്കേ, നീ ആരെ വിശ്വസിക്കേ, ആരെ പുറകെ പോ, ആരെ ആരാധിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇതാണ് നിങ്ങൾ കാലം ഈ 10-15 മിനിറ്റ് കൊണ്ടിരിക്കെ നിങ്ങളോട് പറയാനുള്ളത്. ഹല്ലേലൂയ. ഈ അടുത്ത വർഷം നമുക്കൊരു അനുഗ്രഹത്തിന്റെ വാക്കാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. എന്താണ് അനുഗ്രഹം? ഇതുവരെയും നിങ്ങൾ കേൾക്കാത്തതായിരിക്കാം. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങൾ ബൈബിളിൽ ഹല്ലേലൂയ കുറിച്ച് വെക്കുക. ഹല്ലേലൂയ. ഈ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5:22-23 വായിച്ച് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്കർ ഇതിനോടനുബന്ധിച്ചൊരു വാക്യമാണ് 5:23.
നിന്റെ ദേഹവും നിന്റെ ആത്മാവും പ്രാണനും. ഹല്ലേലൂയ. 1:5-23 എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ആശിക്കും ദൈവത്തിൽ എന്തിരിക്കട്ടെ? സമാധാനമുള്ളവരായിരിക്കട്ടെ. മനസ്സിലായോ? സമാധാനത്തിന്റെ ദൈവമാണ് ഇവൻ. 26 നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും 3. ദേഹത്തിന് സുഖം വരുമ്പോൾ ആത്മാവിന് സുഖം ഉണ്ടാവില്ല, ആത്മാവിന് സുഖം വരുമ്പോൾ ദേഹിക്ക് സുഖം ഉണ്ടാവില്ല. അങ്ങനെയല്ല നമുക്ക് 26. മനസ്സിലായ? വാക്തത്വ വചനം മനസ്സിലാക്കിയോ? നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും സന്തോഷമുള്ളവരായിരിക്കും, സമാധാനമുള്ളവരായിരിക്കും, പ്രത്യാശയുള്ളവരായിരിക്കും. ദിനംതോറും അവന്റെ വഴി നടക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിച്ച് ഹല്ലേലൂയ ഒരു ചെറിയ കുട്ടിയെ ആട്ടിടയൻ പരിപാലിച്ച് കൊണ്ടു നടക്കും പോലെ ചില സമയങ്ങളിൽ തോളിൽ കയറ്റുന്നു, ചില സമയത്ത് പതുക്കെ നടത്തുന്നു. ഹല്ലേലൂയ പച്ച ചായ മേച്ചിൽ കൊണ്ടുപോകുന്നു. അവന് സമാധാനം സന്തോഷം നൽകുന്നു. നമ്മുടെ ജീവൻ ദേഹം ആത്മാവ് സന്തോഷിക്കുന്ന വർഷമാകട്ടെ ഈ വർഷമെന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിച്ച് ഹല്ലേലൂയ. ഞാൻ വാക്യം എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹ വാക്യം നമുക്ക് ഹല്ലേലൂയ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വർഷങ്ങളിൽ നിന്ന് ഞാൻ പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങളോട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഉൽപ്പത്തി പുസ്തകം 27-29 വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 27-29. ഉൽപ്പത്തി പുസ്തകം 27-29. ഹല്ലേലൂയ. നിന്നെ ശപിക്കുന്നവന് ഹല്ലേലൂയ കിട്ടിയ ഹല്ലേലൂയ ഇല്ല നീ ശപിക്കുന്നവരെല്ലാവരും ആരായിരിക്കും? മനസ്സിലായ? നിന്നെ അനുഗ്രഹിക്കുന്ന എല്ലാവരും ആരായിരിക്കും? അനുഗ്രഹത്തിന്റെ വർഷം നോക്കി തരുമ്പോൾ ഹല്ലേലൂയ ആരും നമ്മെ ശപിക്കാതെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം ആരെയും ശപിക്കാതെ ഈ വർഷം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? അനുഗ്രഹപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-3 വാക്യം വായിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞു, അബ്രഹാമേ നീ എന്നെ അനുഗ്രഹിക്കണം, നിന്നെ ശപിക്കുന്നവരെ നീയും ശപിക്കപ്പെട്ടിരിക്കും. ബാക്കി എഴുതുക, സമയമില്ലാത്തോട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ഹല്ലേലൂയ. അബ്രഹാം പറയണേ, അബ്രഹാമേ നിന്നെ അനുഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഈ വർഷം നമ്മെ അനുഗ്രഹിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മെ ശപിക്കുന്നവരെ ഈ വർഷം എന്തായിരിക്കും? ശാപവസ്തുവായി മാറും. അതിന് നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് അനുഗ്രഹിക്കുന്ന പ്രമാണമുണ്ടോ? ആരെയും ശപിക്കുമോ? നമുക്ക് പ്രമാണമില്ല. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുക. നിങ്ങൾ ശപിക്കുന്നവരായിട്ടല്ല, അനുഗ്രഹം പ്രാപിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ പറയട്ടെ. സംഖ്യാപുസ്തകം 22-6 വാക്യം അത് പറയുന്നത്, നീ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. ആ വാക്യോട് വായിക്കാം. 22-6 സംഖ്യാപുസ്തകം 22-6 വാക്യം. ആ വാക്യോട് വായിച്ചിട്ട് ഇവിടെ ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിക്കുന്നേ കണ്ടോ? ദൈവദാസന്റെ കഴിവുണ്ട്. ദൈവദാസന്മാരാണ് നമ്മൾ, ദൈവദാസികളാണ് നമ്മൾ കേട്ടോ. ഈ വർഷം നിങ്ങൾ ആർക്കെയും പ്രാർത്ഥിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് ഉപയോഗത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യില്ല, പ്രാർത്ഥിക്കില്ല. ദൈവസന്നിധി വരാത്തവർക്ക് വേണ്ടി നിങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യണ്ട, നിന്റെ കയ്യിലാണ് തന്നിരിക്കുന്നത് അനുഗ്രഹിക്കാൻ. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ആരെയാണ് തന്നിരിക്കണേ? നമ്മളെ തന്നിട്ടുണ്ട് ഈ വർഷം. നീ ഒന്നും ലജിക്കപ്പോണ്ട, നീ ഒന്നും ഭാരപ്പെട്ടു പോണ്ട, നീ ഒന്നും ചിന്താകുലണ്ട. നിന്റെ കയ്യിൽ ഇപ്പൊ എന്റെ കയ്യിൽ എന്തെന്ന് അറിയാമോ? എനിക്ക് ജനത്തെ അനുഗ്രഹിക്കുവാൻ വരം തന്നിട്ടുണ്ട്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും. എന്നാൽ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ശപിക്കുവാൻ എന്ത് ചെയ്യരുത്,
ഓരോ അവസ്ഥയും വരരുത് ദൈവമേ, അനുഗ്രഹിക്കാനുള്ള ഫലം തരണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ 26 വർഷവും സഭയിൽ വരുന്നവരെയും ഹല്ലേലൂയ ദേശത്തുള്ളവരെയും അതുപോലെ പല ദൈവദാസന്മാരെയും തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടു. അവർക്ക് നമ്മോട് നന്ദിയുള്ളവരാണ്. അവർക്ക് വന്ന് പിന്നീട് പറഞ്ഞു, ദൈവമങ്ങളെ ഹല്ലേലൂയ കണക്ക് വിട്ട് വളരെ ഭൗതികമായും ആത്മീയമായും ഹല്ലേലൂയ ശരീരമായും എല്ലാ മാനസികമായും അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞു. എന്നാൽ ഈ വർഷം ഒരു കാര്യം അറിഞ്ഞ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മെ എന്തിനു വിളിച്ചിരിക്കുന്നത്? മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ. നീ അനുഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുമെന്ന് അറിയാമോ? നിനക്കോ അല്ലെങ്കിൽ നിന്റെ സഭയ്ക്കോ കിട്ടണം കേട്ടോ. റോട്ടിൽ പോകണവരെ എന്ത് ചെയ്യണ്ട? മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ചെറുക്കം പേരുള്ളൂ. നമ്മുടെ കയ്യിൽ ഈ വർഷം എന്താണ് ഏൽപ്പിക്കുന്നത് അറിയാമോ? അറിയോ? ഈ വർഷം എന്താണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? അനുഗ്രഹിക്കാൻ. അനുഗ്രഹിക്കുമ്പോൾ ഒന്നെങ്കിൽ സഭയ്ക്ക് ഉപയോഗമുള്ള അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്. അല്ലാണ്ട് നടന്ന് നീ എന്ത് ചെയ്യണ്ട? വാക്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഈ വർഷം അടുത്ത വർഷം 26 വർഷം നമുക്ക് അനുഗ്രഹിക്കുന്ന വർഷമാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഞാൻ അനുഗ്രഹിച്ചാൽ നീ എന്ത് ചെയ്യും? അനുഗ്രഹിക്കണം. അപ്പം നീ എന്ത് ചെയ്യണം എന്നറിയോ? അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കുണ്ടായിരിക്കണം? ദൈവത്തിനുണ്ടായിരിക്കണം, സഭയ്ക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്. ഇത് രണ്ടും ഇല്ലാത്തവർ നീ എന്ത് ചെയ്യായിരിക്കും? ഈ വർഷം പ്രാർത്ഥിക്കായിരിക്കും. കാരണം എനിക്ക് അത്രയും വട്ടത്തിന് നമുക്ക് തോന്നിക്കാം. നീ അനുഗ്രഹിക്കും. നീ ശപിക്കും. ശപിക്കേണ്ട ആരെയും അനുഗ്രഹിക്കുമ്പോൾ സൂക്ഷിച്ച് അനുഗ്രഹിക്കുക. എന്തിന്? അർത്ഥം മനസ്സിലായി? നമുക്ക് അർത്ഥമില്ല. ഈ വർഷം നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം ഹല്ലേലൂയ നിന്നിൽ നിന്ന് അവയിലേക്ക് കടന്നു പോകാതെ ആ അനുഗ്രഹത്തിൽ നീയും ആരായിരിക്കണം? പങ്കാളിയായിരിക്കണം, പാത്രോധനായിരിക്കണം. നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ 6 മാസം 46 മാസം കൊണ്ട് ഹല്ലേലൂയ കഴിക്കാൻ പാകില്ലാണ്ട് ജീവിച്ച് ഹല്ലേലൂയ എന്തെങ്കിലും കൊണ്ട് പിന്നെ വലിയതാവുമ്പോൾ എന്ത് ചെയ്യണ്ട? ഹല്ലേലൂയ അനുഗ്രഹിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കി അനുഗ്രഹിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കി നിന്റെ കയ്യിൽ അതാണ് അധികാരം തന്നിരിക്കണേ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്നറിയാമോ? എന്താ അധികാരം തന്നിരിക്കണേ? മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ. മറ്റുള്ളവർ ശാപത്തിൽ നിന്ന് മാറ്റുവാൻ, മറ്റുള്ളവർ തൊട്ട് ഭയപ്പെടേണ്ടെന്ന് പറയാൻ, മറ്റുള്ളവർ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർ ധനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർ നിത്യരക്ഷിക്കുവാൻ പ്രാർത്ഥിപ്പാൻ, അവർ മാനസാന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ വർഷം നമ്മെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ അനുഗ്രഹിക്കുമ്പോൾ ഒന്ന് സഭയ്ക്കും ഹല്ലേലൂയ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ദൈവത്തിന് അത് അനുഗ്രഹമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിനെ നമ്മൾ അനുഗ്രഹിക്കില്ല, ദൈവ അനുഗ്രഹം അതിലുണ്ടായിരിക്കണം. നമ്മുടെ കുടുംബത്തിനും എന്തുണ്ടായിരിക്കണം? അപ്പം നമ്മൾ ഇനി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ഹല്ലേലൂയ. നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? മറ്റുള്ളവർ ഓടി പോകണവരൊക്കെ പ്രാർത്ഥിക്കണോ? അവർ വിളിച്ച് പറയും പ്രാർത്ഥിക്കുക ബസ്, എനിക്ക് വലിയ ചിലവൊന്നുമില്ലോ. എനിക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുക ബസ്. അർത്ഥമായി അതിന് നമ്മളോട് എന്ത് പറയും? പ്രാർത്ഥിക്കുക സഹോദരി, നീ ഇരുന്ന് പ്രാർത്ഥിച്ചോ, നിന്റെ മുട്ടുമായി വന്നാൽ ഞാൻ ചെയ്തോട്ടെ. ഹല്ലേലൂയ. ഈ വർഷം എന്ത് ചെയ്യണ്ട? മനസ്സിലായി നമുക്ക്? ഈ വർഷം എന്ത് ചെയ്യണ്ട? നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കും. നമ്മൾ ആരെ അനുഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ അനുഗ്രഹം നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ബെനിഫിറ്റ് സഭയ്ക്കും ദൈവത്തിനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും. അപ്പോൾ അതുകൊണ്ട് ആർക്ക് പ്രാർത്ഥിച്ചാൽ മതി? എനിക്ക് കുടുംബത്തിന് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിട്ടോ. അവർ വിളിച്ചു പറയും പ്രാർത്ഥിക്കുക മാസ്റ്ററെ, പ്രാർത്ഥിക്കുക സഹോദരി. ഇങ്ങനെ നടക്കല്ലേ? മുട്ടുമത്തായ്മാനം വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ അനുഗ്രഹം കളയാതെ, നമ്മുടെ അനുഗ്രഹം കളയാതെ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ സഭയെ അനുഗ്രഹിക്കണം, സഭയിൽ വരുന്നവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. പിന്നെ ഒരു പാപികളുണ്ടെങ്കിൽ നീ മാനസാന്തരം പ്രാർത്ഥിച്ചോ. ഈ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നമ്മുടെ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അനുഗ്രഹം നമുക്കാണ് അധികം തരുന്നത് കേട്ടോ. നാട്ടുകാർക്കുള്ളതല്ല, നമുക്കുള്ള അനുഗ്രഹം തരുമ്പോൾ നമ്മളത് അനുഭവിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നമുക്ക് ദൈവശല്യം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ആത്മസമയം കൊണ്ട് നമുക്ക് കർത്തൃമേശ നടത്തി അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനം ഹല്ലേലൂയ സ്ഥിരമായി അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും